ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാത്ത ചങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. ആരോമൽ ചേകവരും തുളുനാട്ടിൽ പോയി പഠിച്ചോനാണേ. ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്മേലന്നു കുത്തുവിളക്ക് കൊണ്ടാഞ്ഞു കുത്തി. മടിയിൽ അംഗത്തളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. അനുരാഗ കളരിയിൽ അംഗത്തിനു വന്നവളെ ഒരികത്തിൻ ചുരിക തടുക്കാൻ പരിചയില്ല. നിന്റെ മലമിഴിയാകും ശരം മടക്കാൻ മനസ്സുമില്ല. തെല്ലും ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ഏട്ടന്റെ ഈ നിലകണ്ട് ഞാൻ കഷ്ടമെന്ന് പറഞ്ഞു പോയതാണ്. മനുഷ്യൻ ആകാശത്തോളം വളർന്നാലും മതി മറക്കരുത്. നമുക്ക് കാളികാവിലേക്ക് പോകണ്ടേ? അമ്മയും പൂജാരിയും കാണണ്ടേ? കോട്ടയിലെടുത്ത പണം നഷ്ടപ്പെട്ടവർക്കായി വീതിച്ചു കൊടുക്കണ്ടേ? ഇവിടെ ഈ പെണ്ണുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ചന്തു ചതിക്കുമെന്ന് അന്നേ ഞാൻ പറഞ്ഞു. ജയകവൻ കണക്ക് തീർക്കുന്നത് പണമറിഞ്ഞല്ല, ചുരികത്തലപ്പ് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വെട്ടിയാലും തടുക്കാനാവില്ല മച്ചുന. എനിക്ക് ഇവിടുന്നല്ലാതൊരു പുരുഷനില്ല, ഇവിടുന്നില്ലാത്തൊരു കല്യാണ പന്തലില്ല. നീ എപ്പോഴേ എന്റേതായി കഴിഞ്ഞു. 7 നാൾ കൂടി കഴിഞ്ഞാൽ നിന്റെ കഴുത്തിൽ ഞാൻ നാഗമാല ചാർത്തും. പിന്നിട്ടത്തേക്കുള്ള വാതിൽ ഞാൻ തുറന്നു വെക്കും. എവിടെ സ്വർഗ കന്യകൾ, എവിടെ സ്വർണ്ണ ചാമരങ്ങൾ. എവിടെ സ്വർഗ കന്യകൾ, എവിടെ സ്വർണ്ണ ചാമരങ്ങൾ. 1000 ജ്വാലാമുഖങ്ങളായി ജ്ഞാനമുണരും തുടിമുഴങ്ങി. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ തേരിലേറ്റി.
മൊഴിയില്ലാതെ ആങ്ങളെ ചതിച്ചു കൊന്നല്ലോ ഒരാൾ. കോലത്തിരി നാട്ടിൽ ഇപ്പോഴും പുളയ്ക്കുന്നുണ്ടയാൾ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല.